സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് തിരുവനന്തപുരം കൊമ്പൻസ്. സീസണിൽ വാരിയേഴ്സിന്റെ ആദ്യ പരാജയമാണ് ഹോം ഗ്രൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ നേരിട്ടത്. ജയത്തോടെ കൊമ്പൻസ് സെമി സാധ്യത നിലനിർത്തി. ആദ്യ മത്സരത്തിലെ തോൽവിയുടെ കണക്ക് എഴുതിവെച്ചിറങ്ങിയ കൊമ്പന്മാർ സീസണിൽ ഇതുവരെ തോൽവി അറിയാത്ത ആത്മവിശ്വാസത്തിൽ കണ്ണൂരിന്റെ പോരാളികൾ. ഇരു ടീമുകളും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മുഖാമുഖം വന്നപ്പോൾ സാക്ഷികളായത് 14,885 കാണികൾ. ബഹുഭൂരിപക്ഷം വരുന്ന സ്വന്തം ആരാധകർക്ക് മുന്നിൽ പക്ഷേ പോരാളികൾ കൊമ്പന്മാരുടെ കുത്തേറ്റ് വീണു. പൊരുതി കളിച്ചിട്ടും 10ഓളം അവസരങ്ങൾ ഗോൾ വലയ്ക്കരികിൽ നിഷ്ക്രിയമായതോടെ ഗ്യാലറിയിൽ ആർപ്പുവിളികൾ പോലും നിലച്ചുപോയി. ആദ്യ പകുതിയിൽ മാത്രം വാരിയേഴ്സിന് ലഭിച്ച 7 അവസരങ്ങളാണ് നഷ്ടമായത്. ആദ്യ പകുതി ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ 47-ാം മിനിറ്റിൽ മുഹമ്മദ് ജാസിം കൊമ്പൻസിനായി ആദ്യ ഗോൾ നേടി. 69-85 മിനിറ്റുകളിൽ ഒറ്റിമ ബിസ്പോ, ഇവാഞ്ചലെസ്റ്റ നേടിയ ഗോളുകളിലൂടെ കണ്ണൂരിൽ കൊമ്പൻസ് സർവാധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. 98-ാം മിനിറ്റിൽ ആസിയ ഗോമസ് നേടിയ ആശ്വാസ ഗോൾ ആരാധകർക്കായി സമ്മാനിച്ച് വാരിയേഴ്സ് മടങ്ങി. സീസണിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ ആദ്യ തോൽവി കൂടിയാണ് രണ്ടാം ഹോം മാച്ചിൽ നേരിട്ടത്. 6 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 3 സമനിലയും 1 തോൽവിയുമായി 9 പോയിന്റ് നേടി കണ്ണൂർ 4-ാം സ്ഥാനത്ത് തുടരും. 6 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയും 3 തോൽവിയുമായി 7 പോയിന്റ് നേടി കൊമ്പൻസ് 5-ാമതാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.